ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. അതെങ്ങനെ നിങ്ങൾക്കറിയാം? എനിക്കെല്ലാം അറിയാം. ചന്ദ്രലേഖയുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്ന ദേവികയെക്കുറിച്ചുള്ള രഹസ്യവും എനിക്കറിയാം. എന്താ അത്? അതൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. ഒന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം, എൻ്റെ കൂടെ നിന്ന ചന്ദ്രലേഖയ്ക്ക് ഗുണമേ ഉണ്ടാവും. ഒരേ ദിക്കിലേക്ക് തുഴയുന്നവരാ നമ്മൾ എന്തിനാ 2 വാഹനത്തിൽ സഞ്ചരിക്കുന്നത്? ഒരു വണ്ടിയിൽ പോയാൽ പോരെ? ആലോചിക്കും, എന്നിട്ടൊരു തീരുമാനം പറ. സിദ്ധാർത്ഥന്റെ ജൂനിയർ ആവണോ അതോ എൻ്റെ ലീഗൽ അഡ്വൈസർ ആവണോ എന്ന് ശരിക്കും ചിന്തിച്ച് മറുപടി പറയും. ചെല്ല്. എന്താ ചേച്ചിമേ? മോൾ അറിഞ്ഞല്ലോ അല്ലേ? ഓ, ആ നശിച്ചവള് കല്യാണത്തിന് സമ്മതിച്ചു എന്ന്. ആര്? ദേവികയോ? ആ അതെ, മോൾ ഒറ്റ ഒരുത്തി കാരണോ ഇപ്പൊ ഈ കല്യാണം നടക്കാൻ പോകുന്നത്. മോള് വാശി പിടിച്ചില്ലായിരുന്നെങ്കിലേ ഒരിക്കലും ദേവിക ഈ കല്യാണത്തിന് സമ്മതിക്കത്തില്ലായിരുന്നു. അവരല്ലേ ചേച്ചിമേ ഒരുമിച്ച് ജീവിക്കേണ്ടത്? അവരല്ലേ പരസ്പരം സ്നേഹിച്ചത്? ആര് സ്നേഹിച്ച്? ദേവിക ഒരിക്കലും സിദ്ധുവിനെ സ്നേഹിച്ചിട്ടില്ല. അന്നും ഇന്നും ദേവികയ്ക്ക് ഒരാളോട് മാത്രമേ ഇഷ്ടം തോന്നിയിട്ടുള്ളൂ, സ്വന്തം ഭർത്താവായ സുധിയോട്. പക്ഷെ സിദ്ധുവിന് അങ്ങനെ ആയിരുന്നില്ലല്ലോ. അവന് വല്ല വിവരമുണ്ടോ? ഈ ബന്ധം ശാശ്വതമാവുമെന്നാണോ മോള് വിചാരിക്കുന്നത്? ദേവിക സ്നേഹിക്കുന്നതേ സിദ്ധുവിന്റെ ഉള്ളിലിരിക്കുന്ന സുധിയുടെ ഹൃദയത്തെയാ. അത് മനസ്സിലാവുമ്പോഴേ സിദ്ധുവിന് മടുക്കും, അല്ലെങ്കിൽ അവക്കും മടുക്കും. ഈ ബന്ധം അധികകാലം ഒന്നും നിലനിൽക്കാൻ പോകുന്നില്ല മോളെ. ഇതെടക്കിട്ട് പിരിയും. ആ മോള് കണ്ടോ? അങ്ങനെയൊന്നും പറയില്ല ചേച്ചിമേ. അവർ സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ. അതിനുവേണ്ടി വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. ഓ, എനിക്ക് മോളുടെ അത്ര ഹൃദയവിശാലതയൊന്നും ഇല്ല. എന്റെ മനസ്സിലെ സിദ്ധുവിന്റെ ഭാര്യയായിട്ട് വരേണ്ടത് മോള് മാത്രമാ. മോള് സമ്മതിക്കാത്തത് കൊണ്ടാ, അല്ലെങ്കിലേ ഇപ്പൊ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞേനെ. നമ്മൾ സ്നേഹിക്കുന്നവരുടെ കൂടെ അല്ല ചേച്ചിമേ നമ്മൾ കഴിയണ്ടേ. നമ്മളെ സ്നേഹിക്കുന്നവരുടെ കൂടെയാ. സിദ്ധുണ്ണൊരിക്കലും എന്നെ സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാനെങ്ങനെ ഒരു ജീവിതകാലം മുഴുവൻ സിദ്ധുണ്ണോടൊപ്പം ജീവിക്കും? മനഃപൂർവ്വം ഞാൻ പിരിഞ്ഞത്. എനിക്കൊരു വിഷമവുമില്ല. അർഹിക്കാത്തതൊന്നും ആശിക്കാൻ പാടില്ലെന്ന് എന്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു. അതുകൊണ്ടാ ഞാനത് ചെയ്തത്. ആ, എന്തായാലും നഷ്ടം സംഭവിച്ചത് എനിക്കാ. മോളെ പോലെ ഒരു കുട്ടിയെ നാത്തൂനായിട്ട് കിട്ടാൻ ഭാഗ്യം ചെയ്യണം. ആ ഭാഗ്യം എനിക്കില്ലാതായിപ്പോയി. അത് സാരമില്ല ചേച്ചിമേ. ദേവിക നല്ല കുട്ടിയല്ലേ. സിദ്ധുവേട്ടനെ അവള് പൊന്നുപോലെ നോക്കിക്കോളും. എനിക്ക് തോന്നുന്നില്ല. ഇനിയെല്ലാം വിധി പോലെ വരട്ടെ, അല്ലാതെ എന്ത് പറയാനാ. എന്തായാലും ചേച്ചിമ്മ പായസം ഉണ്ടാക്കി വെക്ക്. നമുക്കിതൊന്ന് ആഘോഷിക്കണ്ടേ? ഞാനെങ്ങുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ശുഭവാർത്തയേ അല്ല. എന്നാ എനിക്കിത് ശുഭവാർത്തയാ ചേച്ചി.